കോവളം കടൽ തീരത്തെ കുറച്ച് ആക്ടിവിറ്റീസും ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളും കാണാം. കോവളത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ പലതരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസായ സ്പീഡ് ബോട്ട് സെയിലിംഗ്, പാരാസെയിലിംഗ്, കയാക്കിംഗ്, സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് എന്നിവയും അവയ്ക്ക് പുറമെ യോഗ, സൺബാത്ത് തുടങ്ങിയ മറ്റ് പലവിധത്തിലുള്ള ആക്ടിവിറ്റീസുമുണ്ട്. സ്പീഡ് ബോട്ടിങ്ങിൻ്റെയും മറ്റും റേറ്റ് സമയത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ 1000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്പീഡ് ബോട്ടിങ്ങിൻ്റെയും പാരാസെയിലിംഗിൻ്റെയും കുറച്ച് ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ കാണാം. പാരാസെയിലിംഗിന് തയ്യാറെടുക്കുന്നു. ആ ചെറിയ സ്പീഡ് ബോട്ടിലാണ് പാരാസെയിലിംഗിനുള്ള ആൾക്കാരെ എത്തിക്കുന്നത്. പാരച്യൂട്ടൊക്കെ ഘടിപ്പിക്കുന്നതേ ഉള്ളൂ. സ്പീഡ് ബോട്ടിൽ ടൂറിസ്റ്റുകൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് വരെ പോകാം. തിരികെ വരുന്ന സ്പീഡ് ബോട്ട് പാരാസെയിലിംഗ് തുടങ്ങി. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ബോട്ടിന്റെ പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാരച്യൂട്ടിൽ പറന്നുയരാം. പാരച്യൂട്ട് ടൂറിസ്റ്റിനെയും കൊണ്ട് ഉയർന്നു തുടങ്ങി. എല്ലാ പേരെയും ഒന്ന് കടൽ വെള്ളത്തിൽ മുക്കിയെടുക്കും. ബോട്ട് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. പാരച്യൂട്ട് അതിനനുസരിച്ച് ഉയർന്നു നിൽക്കുകയും ചെയ്യും. വളരെ എക്സൈറ്റ്മെന്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. സ്പീഡ് ബോട്ടിൽ ജലനിരപ്പിലൂടെ ചാടി പോകുന്നത് മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. പാരച്യൂട്ട് താഴ്ന്നു വരികയാണ്. മുന്നിലൂടെ കടന്നു പോകുന്നത് കേരള കോസ്റ്റൽ പോലീസിന്റെ സ്പീഡ് ബോട്ടാണ്. പട്രോളിംഗ് നടത്തുകയാണ്. ആ പാരച്യൂട്ടിലെ ആള് ബോട്ടിലേക്ക് ഇറങ്ങുന്നു. നേരത്തെ കണ്ട കേരള കോസ്റ്റൽ പോലീസിന്റെ പട്രോൾ ബോട്ട്. പാരാസെയിലിംഗ് കഴിഞ്ഞവർ ചെറിയ സ്പീഡ് ബോട്ടിലേക്ക് കയറി കരയിലേക്ക് പോകുന്നു. പാരച്യൂട്ട് ഘടിപ്പിച്ച വലിയ ബോട്ടിലേക്ക് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നത് ഈ ചെറിയ സ്പീഡ് ബോട്ടിൽ തന്നെയാണ്. അടുത്ത ആൾ പാരാസെയിലിംഗ് ആരംഭിച്ചു. രണ്ടുപേരുണ്ട്. സെൽഫി എടുക്കുകയാണ്. അവരും തിരികെ ഇറങ്ങി.
ഇതാണ് കോവളത്തെ ലൈറ്റ് ഹൗസ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. 36 മീറ്റർ ഉയരമുണ്ട്. 1972 ജൂൺ 30-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതുവരെ ഒരു വിളക്കുമാടം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ലൈറ്റ് ഹൗസിന്റെ യന്ത്ര സംവിധാനമാണിത്. ലൈറ്റിനെ കറക്കുന്ന സംവിധാനം. ആ റൗണ്ട് ഷേപ്പിൽ കാണുന്ന കണ്ണാടി ലെൻസും അതിന് പിന്നിൽ ശക്തിയേറിയ ലൈറ്റുമാണ്. ഗിയർ വീലുകൾ കാണാം. ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദൃശ്യം. 2 കപ്പലുകളെയും ക്രെയിനുകളെയും കാണാം. ഈ കാണുന്ന നീളത്തിലുള്ള നിർമ്മിതിയാണ് പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ. തിരമാലകളിൽ നിന്നും തുറമുഖത്തെയും കപ്പലുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പുലിമുട്ടാണ്. മൊത്തത്തിൽ 3 കിലോമീറ്റർ നീളമുണ്ട് ഈ പുലിമുട്ടിന്. ഇതാണ് കണ്ടെയ്നർ യാർഡ്. ആ പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്നവരെ കണ്ടോ? ഈ പാറക്കെട്ട് കോവളം ലൈറ്റ് ഹൗസ് ബീച്ചിനും ഔവ ബീച്ചിനും ഇടയിലാണ്. ലൈറ്റ് ഹൗസ് ബീച്ചാണിത്. അവിടുത്തെ ടൂറിസ്റ്റുകളെയും സൺബാത്തിനുള്ള സൗകര്യങ്ങളും കാണാം. കോവളം ഹവ ബീച്ചിൽ നിന്നാണ് ഈ സ്പീഡ് ബോട്ടിങ്ങും പാരാസെയിലിങ്ങും ഒക്കെ തുടങ്ങുന്നത്. സ്പീഡ് ബോട്ട് ഉയർന്നു ചാടുന്നത് കണ്ടോ? രണ്ട് സ്പീഡ് ബോട്ടുകൾ എതിർദിശയിൽ പാസ് ചെയ്ത് പോയത് കണ്ടോ? അടിപൊളി. അനന്തതയിലേക്ക് നീണ്ടു കിടക്കുന്ന കടൽ. പക്ഷേ അന്തരീക്ഷം മൂടിക്കെട്ടിയതായതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. കുറച്ചകലെ ധാരാളം കപ്പലുകൾ കടന്നു പോകുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടാണ്. അന്തരീക്ഷം ക്ലിയർ ആയിരുന്നുവെങ്കിൽ ചെറുതായി കപ്പലുകളെ കാണാമായിരുന്നു. വീണ്ടും പാരാസെയിലിംഗ് ആരംഭിച്ചു. പലപ്പോഴും സ്പീഡ് ബോട്ടുകൾ തമ്മിൽ മത്സരമാണോ എന്ന് തോന്നും. പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കല്ലുമ്മേക്കായ വെട്ടിയെടുക്കുന്ന ആളിനെ കണ്ടോ? ശക്തമായ തിരയാണ്. അതിനിടെയാണ് പുള്ളി തൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഒരു തിര വന്ന് അത് പിൻവാങ്ങുന്ന സമയത്താണ് താഴേക്കിറങ്ങുന്നത്.
ഈ തിരകൾക്കിടയിൽ വെട്ടിയെടുക്കേണ്ട കല്ലുമ്മേക്കായ കണ്ടെത്തുന്നത് ദുഷ്കരമായ കാര്യമാണ്. ആ ടൈമിംഗ് കണ്ടോ? കല്ലുമ്മക്കായ വെട്ടിയെടുത്ത് അടുത്ത തിര എത്തുന്നതിന് മുൻപ് മുകളിലേക്ക് കയറിയത്. അടിപൊളി. ലൈറ്റ് ഹൗസിലേക്ക് വരുന്ന റോഡ്. റോഡിന് ഇരുവശത്തും ധാരാളം റിസോർട്ടുകളുണ്ട്. പുള്ളി ഇപ്പോഴും തന്റെ ജോലി തുടരുകയാണ്. തിര വരുമ്പോൾ ഓടുന്നത് കണ്ടോ? കയ്യിൽ കല്ലുമ്മക്കായയുമുണ്ട്. നാല് സ്പീഡ് ബോട്ടുകൾ തിരികെ കോവളത്തേക്ക് വരുന്നു. ലൈറ്റ് ഹൗസ് കോമ്പൗണ്ടിലെ ചെറിയ ആമ്പൽക്കുളം. തെങ്ങിൻ മുകളിലിരിക്കുന്ന പരുന്തിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം. ഒരു മത്സ്യബന്ധന ബോട്ട്. വീണ്ടും പാരാസെയിലിംഗ്. ഹവ ബീച്ചിൽ നിന്നാണ് പുറപ്പെട്ടത്. കടൽ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണ്. ബോട്ടിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പാരച്യൂട്ട് ഉയരുന്നത് കണ്ടോ? നല്ല ഉയരത്തിലെത്തി. തിരികെ ബീച്ചിലേക്ക് പോവുകയാണ്. വീണ്ടും രണ്ട് ബോട്ടുകൾ നേർക്കുനേർ വരികയാണ്. ചെറുവള്ളത്തിൽ മത്സ്യബന്ധനം നടത്തുന്ന ആൾ. ബോട്ടുകൾ എതിർദിശയിൽ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം,
കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുമായി ഞാൻ ഉടനെ എത്തും. അതുവരേക്കും ഗുഡ് ബൈ.